നമസ്കാരം, വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം. പഠനത്തിന് കൂട്ടായി ഇനി റോബോട്ടും. വളർന്നു വരുന്ന തലമുറയ്ക്ക് കരുത്തേകാൻ പെരിന്തൽമണ്ണ പാതായിക്കര AUP സ്കൂളിൽ ഇനി മുതൽ റോബോട്ടും. ജില്ലയിൽ ആദ്യമായാണ് ഒരു സ്കൂളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിയന്ത്രിക്കുന്ന റോബോട്ടിന്റെ സേവനം ഒരുക്കുന്നത്. Give a high for all students. Give a shaken. കുട്ടികളെ ഇരിപ്പിടങ്ങളിൽ തന്നെ ഇരുന്നാൽ മതി, അങ്ങോട്ട് വരുന്നത്. രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും നാട്ടുകാരുടെയും നിറസാന്നിധ്യത്തിൽ പെരിന്തൽമണ്ണ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ സ്കൂളിനായി റോബോട്ടിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ആധുനിക സാങ്കേതികവിദ്യയായ AI ടെക്നോളജിയും റോബോട്ടിക്സും ഇനി സ്കൂളിലെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുമെന്നും 7ാം ക്ലാസ് കഴിയുമ്പോൾ സ്വന്തമായി ഒരു റോബോട്ടിനെ നിർമ്മിക്കാനുള്ള കഴിവുള്ള കുട്ടികളെ വാർത്തെടുക്കുകയാണ് ലക്ഷ്യമെന്നും സ്കൂൾ മാനേജർ സുനിൽ ചെമ്പത്ത പറഞ്ഞു. 1 മുതൽ 7ാം ക്ലാസ് വരെ പഠിച്ചിറങ്ങുന്ന ഒരു കുട്ടി 7ാം ക്ലാസ്സിൽ നിന്ന് പഠിച്ചിറങ്ങുമ്പോൾ റോബോട്ടിക് ടെക്നോളജിയിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലും അവബോധമുണ്ടാക്കി മറ്റ് ക്ലാസ്സുകളിൽ തുടർ പഠനങ്ങൾക്കുള്ള ഒരു സാധ്യത ഈ പാതായിക്കര AUP സ്കൂളിൽ നിന്നും തുടങ്ങണം എന്ന നിർമ്മിത ബുദ്ധിയുടെ അടിസ്ഥാനത്തിലാണ് ഈ റോബോട്ടിക് ടെക്നോളജിയുടെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും ക്ലാസ്സുകൾ അടുത്ത അധ്യയന വർഷം മുതൽ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പോകും. മാറ്റങ്ങളുടെ ചുവടുവയ്പ്പുകളിൽ എന്നും മുൻപന്തിയിൽ നിൽക്കുന്ന പാതായിക്കര UP സ്കൂൾ നിലവിൽ അഭിമാനകരമായി കൊണ്ടുപോകുന്ന ടാലന്റ് ലാബിന് കീഴിലായിരിക്കും റോബോട്ടിക്സിന്റെ പഠനം. 15ൽ പരം പാഠ്യേതര വിഷയങ്ങൾ പഠിപ്പിക്കുന്നതാണ് സ്കൂളിലെ ടാലന്റ് ലാബ്. പഠനരംഗത്തും പാഠ്യേതര രംഗത്തും പെരിന്തൽമണ്ണ ഉപജില്ലയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന പാതായിക്കര സ്കൂൾ റോബോട്ടിക്സ് പഠനം വരുന്നതോടെ പുത്തൻ ഉയരങ്ങളിലേക്ക് കടക്കുകയാണെന്ന് പെരിന്തൽമണ്ണ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കുഞ്ഞിമൊയ്തു പറഞ്ഞു. കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും നവ്യാനുഭവമായി റോബോട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയും നൽകിയ വിഷയത്തിൽ ക്ലാസ് എടുക്കുകയും ചെയ്തു. ജൂൺ 2-ന് കുട്ടികളെ വരവേൽക്കുവാൻ തയ്യാറായി നിൽക്കുകയാണ് റോബോട്ട്. ശനിയാഴ്ച ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ 1 മണി വരെ നീണ്ടു നിൽക്കുന്ന 3 മണിക്കൂർ കാലയളവിൽ ഓരോ കുട്ടിക്കും ഈ കിറ്റ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അടുത്ത ഒരു ഘട്ടത്തിലേക്ക് ഒരു റോബോട്ടിക്കിനെ സ്വന്തമായി നിർമ്മിക്കാം എന്നുള്ളത് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് 7ാം ക്ലാസ് കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ഒരു കുട്ടി ഏറ്റവും ഒരു റോബോട്ടിക്സിൻ്റെ ഒരു മിനിയേച്ചർ, അതായത് ഒരു ചെറിയ രൂപം നമ്മുടെ വിദ്യാലയത്തിൽ തന്നെ ഉണ്ടാക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിനുകൂടി പ്രാപ്തരാക്കിക്കൊണ്ടാണ് ഞങ്ങളിതിനെ മുമ്പോട്ട് നയിക്കുന്നത്. ഈ ഒരു 3 വർഷത്തിനുള്ളിൽ നമ്മുടെ വിദ്യാലയത്തിലെ കുട്ടികൾ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ മാതൃകയാകുന്ന രീതിയിൽ ഒരു റോബോട്ടിനെ നിർമ്മിച്ച് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിയും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അത് മലപ്പുറം ജില്ലയ്ക്കാകെ അഭിമാനമാണ്. പല ക്ലാസ് റൂമുകളും AC ആക്കി സംവിധാനം ചെയ്തിട്ടുണ്ട്. വലിയ സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പാതായിക്കരയിലെ വിദ്യാർത്ഥികൾക്കും പരിസരത്തെ വിദ്യാർത്ഥികൾക്കും ഉന്നതമായ നിലവാരത്തിലേക്ക് പഠിച്ചു വളരാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കുന്നതിന് മാനേജ്മെൻറ്റിനെയും വിദ്യാലയത്തിലെ അധ്യാപകരെയും മറ്റെല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. വരുംകാലങ്ങളിൽ മാനവരാശിയുടെ ഗതിവിഗതികളെ നിർണ്ണയിക്കുന്ന AI ടെക്നോളജിയും റോബോട്ടിക്സും നടപ്പിലാക്കുക വഴി പാതായിക്കര AUP സ്കൂള് വിദ്യാഭ്യാസ രംഗത്ത് നടത്തിയിരിക്കുന്നത് ഒരു വലിയ കുതിച്ചുത ചാട്ടം തന്നെയാണ്. എല്ലാ രക്ഷിതാക്കളും നാട്ടുകാരും നമ്മുടെ വിദ്യാർത്ഥികളും ഈ ഒരു അവസരം വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കണം. ഉദ്ഘാടന ചടങ്ങിൽ ഹെഡ്മാസ്റ്റർ ഷിബു, PTA പ്രസിഡന്റ് വിനോദ് പാവുംപാടത്ത്, റിട്ടയേർഡ് AEO അജിത് മോൻ, സ്റ്റെം റോബോട്ടിക്സ് CEO രാജശേഖരൻ തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക്, വള്ളുവനാട് ന്യൂസ്.